أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ ആയത്ത് നമ്പർ 86 നമ്മുടെ ചർച്ച. അവിടെ പ്രധാനമായും ഒന്ന് രണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. അലങ്കാര ശാസ്ത്രത്തിലെ മനോഹരമായൊരു ശൈലിയാണ് ഈ ആയത്തിൽ അള്ളാഹു എടുത്തിട്ടുള്ളത്. ഒന്ന് ഇസ്തറ, അതിൻ്റെ ജമ്മാണ് ഇസ്തറോ. ഇവിടെ ഒരു കച്ചവടത്തിൽ ഇടപാട് നടക്കുമ്പോൾ ഒരു ബായി വേണം, ഒരു മുസ്തരി വേണം. വിൽക്കുന്ന ആള് വേണം, മുസ്തരി എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള് വേണം. പിന്നെ ചരക്കും വേണം. ഇവിടെ മുസ്തരി ആയിട്ട് അള്ളാഹുവാണ്, വാങ്ങുന്ന ആളായിട്ട് അള്ളാഹുവാണ് വരുന്നത്. വിൽക്കുന്ന ആളായിട്ട് മുഅ്മിനായ മനുഷ്യൻ. കൊടുക്കുന്ന സാധനം ശരീരം, ആരോഗ്യം, സമ്പത്ത്. അള്ളാഹു തരുന്ന വില സ്വർഗം. അതിമനോഹരമാണ്. കാരണം സൂറത്ത് സഫിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, ഈമാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു കച്ചവടമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം എന്നാണ് പറഞ്ഞു. നിങ്ങളെല്ലാവരെയും നാളെ കഠോരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഈ സൂറത്തുൽ അസറിലേക്ക് വന്നാൽ അവിടെ വലിയ രസം വരുന്നുണ്ട്. വൽ അസർ എന്നതിന് വൈകുന്നേര സമയം എന്നൊരു തഫ്സീറുണ്ട്. വൽ അസർ വൈകുന്നേര സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ. അണ്ണങ്ങൾ മനുഷ്യനെ ഏൽപ്പിച്ച കച്ചവടത്തിൽ എല്ലാവരും നഷ്ടത്തിലാണ്. ആരൊഴിച്ച്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഈ 4 ഗുണം ഉള്ള ആളുകൾ ഒഴിച്ച്. അതിന് ലഫീ ഖുസർ എന്ന് അള്ളാഹു പറഞ്ഞു. ഖുസർ എന്ന് പറഞ്ഞാല് മൂലധനം പോലും തോറ്റുപോകുന്ന രീതിയിൽ ബമ്പം പരാജയത്തെത്തുന്ന കച്ചവടത്തെ കുറിച്ചാണ് ഖുസർ എന്ന് പറയാ. കച്ചവടം നടക്കാത്തതിനെ കുറിച്ച് ഖുസർ എന്ന് പറയില്ല. വില കുറഞ്ഞതിനെ കുറിച്ച് ഖുസർ എന്ന് പറയില്ല. കേവലം നഷ്ടം സംഭവിച്ചതിനെ കുറിച്ച് ഖുസർ എന്ന് പറയില്ല. ആ കച്ചവടത്തിന് ഇറക്കിയിട്ടുള്ള മൂലധനം എത്രയാണോ അതിനെയും ബാധിക്കുന്ന വമ്പൻ നഷ്ടത്തെ കുറിച്ചാണ് ഖുസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ഇവരുണ്ടല്ലോ, ഇവര് വമ്പൻ നഷ്ടത്തിൽപ്പെട്ടവരാണെന്നാണ്. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ. ആഖിറത്തിന് പകരമായിട്ട് ദുനിയാവിനെയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. നേരെ തിരിച്ച് ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരു രൂപത്തിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹുദാ ഉലൈകല്ലദീന ഇശ്തറവുൽ, വേറെ സൂറത്തുൽ ബഖറ ഉലൈകല്ലദീന ഇശ്തറവുൽ ഹുദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലലാലത ബിൽ ഹുദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുദക്ക് പകരമായ ലലാലത്തിനെ വാങ്ങിയവർ, അതന്നെയാണ് ഇവിടെ ഉള്ളത്. ഹുദ അതുകൊണ്ട് സ്വർഗാണ് കിട്ടുക, ലലാലത്ത് അതുകൊണ്ട് നരകാണ് കിട്ടുക. ആ ലലാലത്തിന് പകരമായി ഇവിടെ ദുന്യാവിനെ വെച്ചു കൊടുത്തു എന്ന് മാത്രം. ഇവര് ദുന്യാവിനെ കൊടുത്തിട്ട് ആഖിറം വാങ്ങുന്നവരല്ല, ആഖിറത്തിനെ കൊടുത്തിട്ട് ദുന്യാവിനെ വാങ്ങുന്നവരാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരുപാട് സംവിധാനങ്ങളും സെറ്റപ്പും അനുഗ്രഹങ്ങളൊക്കെ അവരുടെ കൂടെ ഉണ്ട്. പക്ഷെ ദുരുപയോഗപ്പെടുത്തി, അത് മുഴുവനും ദുനിയാവിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തി. അപ്പോൾ അവര് ആഖിറത്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ്ട് വിറ്റു, എന്നിട്ട് ദുനിയാവിനെ വാങ്ങി. അതുകൊണ്ട് അവർക്ക് നരകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് അലങ്കാര ശാസ്ത്രമാണ്. ഇങ്ങനെ അള്ളാഹു കടം വാങ്ങാന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ തഗാബുലാണ് എന്റെ ഓർമ്മ. ഫമൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന യുളാഇഫു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളത്? അള്ളാഹ്ക്ക് കടത്തിന്റെ ആവശ്യമുണ്ടോ? ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കുക? അള്ളാഹ്ക്ക് എങ്ങനെ ആരെങ്കിലും കടം കൊടുത്താൽ ഇരട്ടി അള്ളാഹു തആല തിരിച്ചു തരുന്നു. ഈ ആയത്ത് ഇറങ്ങുന്നത് മദീനയിൽ നല്ല ചൂടുള്ള സമയത്താണ്. ചൂടുള്ള സമയത്താണ് ഈത്തപ്പഴം കായ്ക്കുക, പഴുക്കല്.
അപ്പൊ 600 ഈത്തപ്പഴങ്ങളുള്ള വലിയ തോട്ടത്തിന്റെ ഉടമയാണ് അബൂദർദാ എന്നുള്ള സ്വഹാബി ഉണ്ട്, അതല്ല അബൂദർദാ. ഈ ആയത്ത് ഇങ്ങനെ അവതരിച്ചിട്ട് അതിന്റെ തഫ്സീർ പറഞ്ഞ സമയത്ത് അബൂദർദാ മുന്നിലിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഒരു സംശയം. പെണ്ണീട്ടോട്ട് മുത്തനബിയെ, അള്ളാഹ്ക്ക് കടം കൊടുക്കേ? ഇപ്പൊ ഇതിലൊക്കെ വരുന്ന സംശയം പോലെ അള്ളാഹ് വാങ്ങി വെക്ക്, ഇതൊക്കെ നമുക്കും ചോദിക്കാലോ. അതേപോലെ അള്ളാഹ്ക്ക് കടം കൊടുക്കേ, എന്താ പൈന മാനാന്ന് വെച്ച്. നമ്മളുടേതായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ് എന്നല്ലേ, ഇനിയിപ്പൊ അള്ളാഹ്ക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ച്. അപ്പൊ അള്ളാഹു പറഞ്ഞു, അബൂദർദായ, അള്ളാഹ്ക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞാലേ അള്ളാഹു താല തന്ന സാധനം തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ എന്നാണ് അതിന്റെ പൊരുള്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെലവഴിച്ചാല് അള്ളാഹു താല ഇരട്ടിയായിട്ട് നിനക്ക് പകരം തരും. ആര് ചെലവഴിച്ചാലും ഓൾക്ക് തരുന്നാണ് ആ പറഞ്ഞു. മൂപ്പർക്ക് ആ സമയത്ത് മദീനന്റെ പള്ളിന്റെ തൊട്ടടുത്ത് 600 മരങ്ങൾ, ഈത്തപ്പഴങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ബമ്പം വലിയ ഒരു തോട്ടമുണ്ട്. അതിലാണ് മൂപ്പരെ കൊട്ടാര സദൃശമായ വലിയ വീടുള്ളത്. ഈ തോട്ടത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ പറയുന്നത് ഇത് കാണാനായിട്ട് ടൂറിസ്റ്റ് വരവുണ്ട് എന്നാണ്. അതൊന്ന് കാണാനായിട്ട് കോടിക്കണക്കിന് വില പറഞ്ഞിട്ട് മൂപ്പരെ കൊടുത്തിട്ടില്ല. അങ്ങനെ ആ തോട്ടത്തിനെ കുറിച്ച് അവിടെ അറിയപ്പെടലുണ്ട്. അബൂദർദാന്റെ തോട്ടം ജനങ്ങളിടയിൽ ഒരു ചർച്ചയാണ്. കോടിക്കണക്കിന് രൂപ പറഞ്ഞിട്ട് മൂപ്പര് വില പറഞ്ഞിട്ട് കൊടുക്കാത്ത തോട്ടം. ഈ ആയത്തെ കേട്ടപ്പോഴേക്ക് മൂപ്പര് അള്ളാന്റെ റസൂലിന് മുമ്പ് മുഴുവനും പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. യാ അല്ലാഹ്, ഫുള്ളായിട്ടാണ് കൊടുത്തു. മുത്തനബിയെ, എനിക്ക് പകരം അവിടുത്തെ തോട്ടം വാങ്ങി തരണം. ഇവിടെ ഇപ്പൊ ഞാനെന്നും ജീവിക്കൂലല്ലോ, എന്റെ മക്കളും കുട്ടികളും കെട്ടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ നിലവിലുള്ള തോട്ടത്തിനും കൊട്ടാരത്തിനും ഇറങ്ങി പോണ സമയമാകുമ്പോ മാത്രല്ല ഇവളിലൊക്കെ നശിക്കും. കൊല്ലുമന്നലിയ ഫാനല്ലേ, എല്ലാം നശിക്കും. എനിക്ക് നശിക്കാത്ത തോട്ടം, പൊളിയാത്ത കൊട്ടാരവുമാണ് വേണ്ടത്. അവിടെ പാർക്കണം. എനിക്കും എന്റെ പെണ്ണുകൾക്കും കുട്ടികൾക്കും മരണം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ പകരം വാങ്ങി തരണം. അള്ളാഹു റസൂൽ അവർക്ക് വേണ്ടി ദുആയിരുന്നു. ദുആക്ക് ആമീൻ പറയലും അബൂദർദാ ഒരൊറ്റ ഓട്ടമാണ്. കാരണം കിട്ടാനുള്ള കിട്ടിയില്ലേ. അല്ല, നമ്മളാര് ലേലത്തെ കുടുങ്ങിയിട്ട് കൊണ്ടാറടക്കാനാ മൂല്യരാ വാക്കും പാട്ടും കേട്ടപ്പാണ്ട് കൊടുത്തും ചെയ്ത് വേണ്ടിണ്ടായിരുന്നില്ല എന്ന് പിന്നെ തോന്നുന്ന അവസ്ഥ അല്ല അവർക്ക്. നമ്മളുണ്ട് ലേലം വിളിക്കലുണ്ട്. ഈ വേളന്റെ സമയത്ത് എനിക്ക് കണ്ടുകൂടാ. 1 വട്ടം 2 വട്ടം കുതിരവട്ടം എന്ന് പറഞ്ഞുണ്ട് അല്ലേ. അവ ലാസ്റ്റ് ഇയാളെയും മിനുക്ക് പണിയൊക്കെ എടുത്തിട്ട് ഭാഷയൊക്കെ ചൊറുക്കൂട്ടി ഒരു ചരിത്രക്കാണ്ട് അടിച്ചാല് തീരെ കൊടുക്കണ്ടെന്ന് കരുതി വന്നിരുന്ന ആളും പാൽക്കുപ്പിക്ക് 15,000 റുപ്യ അറിയും. ആ പാൽക്കുപ്പി വാങ്ങിയിട്ട് പരിയെ പോയിരിക്കുമ്പോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് വേണ്ടിണ്ടായിരുന്നില്ല. ഇതാ പരിപാടിയല്ല. ആമീൻ പറയല് ഓട്ടമാണ്. വീട്ടിക്ക് ഓടിയപ്പോ അബൂദർദാന്റെ വീട്ടിൽ ചെറിയ കുട്ടികൾ രാവിലെ ഉണന്നിട്ട് ഈത്തപ്പഴത്തിന്റെ മരത്തിൽ കാറ്റടിച്ചിട്ട് രാത്രിയിൽ വന്ന് വീണ ചുളകൾ ഉണ്ടാവും. അങ്ങനെ ഇരുത്തി കഴിക്കുകയാണ് ചെറിയ മക്കള്. അബൂദർദാ ഓടി വന്നിട്ട് എല്ലാരെയും കൂടി കൊണ്ട് പിടിച്ച് കുട്ടികളൊക്കെ കൂടി കാലിന്റെ തുടമിരുത്തിട്ട് തൊള്ളയൊക്കെ കൈയിട്ടിട്ട് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി ഈത്തപ്പഴം. കുട്ടികൾ നിലവിളിയും കൂടി ബാപ്പ തൊള്ളയൊക്കെ കൈയിട്ടിട്ട് ഈത്തപ്പഴം എടുക്കണ ആദ്യമാണ്. കടുങ്കൈയല്ല ചെയ്യണത്. കുട്ടികൾ നിലവിളിയും കൂടി ഭാര്യ പുറത്ത് വന്നപ്പോ നല്ല രംഗാണ് കാണുന്നത്. ഈത്തപ്പഴൊക്കെ തൊള്ളയെ കൈയിട്ടിട്ട് ഭാര്യ വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഭാര്യ വെച്ച്, എന്താ മനുഷ്യങ്ങളീ കാട്ടണേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ശൈലിയിൽ അർത്ഥമൊക്കെയാണ്. എന്താ നിങ്ങളീ കാട്ടണേ? ആ ചെറിയ കുട്ടികൾ പൈതങ്ങള് തിന്നോട്ടെ, ആ കുട്ടികൾ ചവച്ചരച്ച് തിന്ന് നിങ്ങൾ എന്തിനാണ് തൊള്ളയെ കൈയിട്ടിട്ട് ഇങ്ങനെ ഭാര്യ വലിച്ചെടുക്കണ? എന്താ പ്രശ്നം എന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, പെണ്ണെ, ഇത് ഇനി എന്റെ കൊട്ടാരല്ല, എന്റെ തോട്ടല്ല, എന്റെ ഈത്തപ്പഴമല്ല, ഇത് കഴിഞ്ഞോ, ഇത് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. ആ പെണ്ണിന്റെ കണ്ണും തള്ളി. എന്തേന്ന് വെച്ചു, പകരം പൊളിയാത്ത തോട്ടമുണ്ട്, തകരാത്ത കൊട്ടാരമുണ്ട്, മരിക്കാത്ത ജീവിതമുണ്ട്. മുത്തുനബി ആയത്തിലൂടെ പറഞ്ഞു തന്നതാ. അത് ഞാൻ പകരമായി വാങ്ങിയിട്ടുണ്ട് മോളെ. അതുകൊണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്ക്, ഞാനും വരാം എന്ന് പറഞ്ഞു. ആ തോട്ടം ഒരൊറ്റ ആയത്ത് തലക്കടിച്ച കാരണത്താൽ മദീനയിലെ പാവങ്ങൾക്ക് സദഖ ചെയ്തു അബൂദർദാ. അവിടെ കടം വാങ്ങുക എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അതല്ല, വിൽക്കുക. തടി വെക്കണവരുണ്ട്, സമ്പത്ത് വെക്കണവരുണ്ട്, ആരോഗ്യം വെക്കണവരുണ്ട്. 3 മീറ്ററാണ് സഹാബാക്കൾ. പുതിയ സഹാബാക്കൾ വരെ. അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഇമാം അബൂ തബ്രാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ്. യുദ്ധത്തിന് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ഒരാളിങ്ങനെ കയറി. ഒരാൾ മുസ്ലിം അല്ല. ആള് റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഇസ്ലാം സ്വീകരിക്കണം എന്ന് തോന്നി. ആ മുഖവും ആ സംസാരവും ഇതൊക്കെ കണ്ടപ്പോ ഇയാളെ ഉള്ളിക്ക് ഹൈബത്താണ്ട് കയറി. ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ ആള് മുസ്ലിമായി.
മുസ്ലിമായിട്ട് ആദ്യം ഇരിക്കുന്ന ക്ലാസ് യുദ്ധത്തിന്റെ ക്ലാസ്സാണ്. ഇസ്ലാമൊക്കെ വന്നിട്ട് ആദ്യം ഇരിക്കുന്ന ക്ലാസ് യുദ്ധത്തിന്റെ ക്ലാസ്സാണ്. യുദ്ധത്തിൽ മുസ്തഫ നബി ഇങ്ങനെ യുദ്ധം യോജിച്ച സമയമാണത്. ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയമാണ്. അപ്പൊ അതിന്റെ മുന്നൊരുക്ക ക്ലാസ്സാണ്. ഹജ്ജിന്റെ ക്ലാസ് എടുക്കണവര് അന്ന് യുദ്ധ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ലല്ലോ. അപ്പൊ അതിങ്ങനെ പറയുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തോറ്റാലും ജയിച്ചു, ജയിച്ചാലും ജയിച്ചു. തോറ്റാൽ എന്താ? നേരെ സ്വർഗം. ജയിച്ചാലോ ഗനീമത്ത് സ്വർഗം. പിന്നെ ഈമാനോട് മരിച്ചിട്ട് പിന്നെ സ്വർഗം വേറെ. ഇതിലും കണ്ട് ഇയാളെ അടിച്ചാണ്ട് കയറി. ഇയാള് ഗനീമത്ത് സ്വത്തിന്റെ അവിടെ നിന്നൊക്കെ വിട്ടിക്കണ്. കാരണം 3 മിനിറ്റ് കൊണ്ട് ഈമ അടിച്ചു കയറിക്കണ്. ആ ഇരിക്കണ്ടോടത്ത് ഇരുന്നാ കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് ഈമാൻ അടിച്ചു കയറിക്കണ്. ഇയാള് ഷാത്ത് കലിമ അല്ലേത് ലുഹാന്റെ സമയത്താണ്, ലുഹറിന്റെ അല്ല, ലുഹാന്റെ സമയത്ത്. അപ്പൊ ഇയാള് ഗനീമത്ത് സ്വത്തിന്റെ അവിടെ നിന്നൊക്കെ വിട്ട് സ്വർഗത്തിന്റെ അവിടേക്ക് എത്തിക്കണ്. ഇയാളിങ്ങനെ യുദ്ധത്തിന് പോകുന്ന സംഘത്തിൽ ഈ മനുഷ്യനുണ്ട്. പൊതുമുസ്ലിമാണ്, 1 മണിക്കൂറായിട്ടില്ല ഇസ്ലാം സ്വീകരിച്ചിട്ട്. പക്ഷേ വാളും പരിചയമൊക്കെ എടുത്തിട്ട് യുദ്ധത്തിന് പോവുക. അങ്ങനെ യുദ്ധസ്ഥലത്ത് എത്തിയപ്പോൾ മുസ്തഫ നബി ആ വാളും പരിചയമൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഒട്ടകത്തിന് നോക്കായിരുന്നോ? ഇപ്പൊ യുദ്ധത്തിന് ഇറങ്ങാൻ മാത്രം ആയിട്ടില്ല. അപ്പൊ ഇയാൾ എന്നാലും ഇറങ്ങിയിട്ടില്ലെങ്കിലും സ്വർഗം കിട്ടുന്ന ആൾക്ക് ഇരിക്കുകയാണ്. കാരണം അതിന്റെ വിശദാംശം ഇയാൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇയാൾ ഒട്ടകത്തിനൊക്കെ നോക്കിയിട്ട് ടെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ ഒരാളുണ്ട് ഒരു പൊതി സാധനമായിട്ട് വരുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇത് യുദ്ധത്തിന് പങ്കെടുത്ത ആളുകൾക്ക് ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോ ഇത് എന്റെ വീതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ തുറന്നു നോക്കുമ്പോൾ കുറച്ച് സ്വർണവും കുറെ വെള്ളി നാണയങ്ങളൊക്കെ ഉണ്ട്. ഇയാളേക്ക് നോക്കിയാണ് കരഞ്ഞു. എവിടെ മുത്തനബി എന്ന് വെച്ച് അപ്പുറത്തെ ടെന്റിലുണ്ട്. ഇതേറ്റാണ്ട് പോയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട. നിങ്ങൾ ഇന്നോട് പറഞ്ഞു സ്വർഗം തരുന്നല്ലേ? അല്ല സ്വർണം തരുന്ന. നിങ്ങൾ ഇന്നോട് വരുമ്പോ പറഞ്ഞ സ്വർണം തരുന്നല്ലോ, സ്വർഗം തരുന്നല്ലേ? എനിക്ക് സ്വർഗം മതി, സ്വർണം വേണ്ട. ആ മുത്തനബി തന്നെ നേരെ സ്വർഗം കിട്ടണമെങ്കിൽ ഷഹീദാവണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഇവിടെ വെട്ട്, ഇവിടെ വെട്ടിട്ടിക്കോട്ടെ, എനിക്ക് ഇവിടെ വെട്ട് കിട്ടാൻ വേണ്ടത്, അല്ലാതെ ഇപ്പൊ ഒതിയല്ല എന്ന് പറഞ്ഞു. എന്താണ് ഈമാൻ? ഞാൻ വന്നത് നിങ്ങള് തരണ ഈ പൊതിക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ വെട്ട് കിട്ടാൻ തന്നെയാണോ നിൽക്കുന്നത്? അപ്പൊ അള്ളാഹു പറഞ്ഞ ആള് മാറിക്കൊടുത്താൽ ആളെ ഇറങ്ങിക്കോട്ടെ ഇറങ്ങി. അയാളാണ്ട് ഇറങ്ങിയതും ഒരു ശത്രു അയാളെ പരടിക്ക് വെട്ടിയതും കഴുത്തെന്ന് പറഞ്ഞിട്ട് 2 കഷ്ണയതൊപ്പ. ഈ മനുഷ്യനെ കുറിച്ച് ആ ടെന്റിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഹമലോഹു, ഇയാളുടെ ഷഹീദായ 2 കഷ്ണായ ശരീരം താങ്ങിയിട്ട് സഹാബാക്കൾ മുത്തനബിന്റെ മുമ്പിൽ കൊടുന്നിച്ചു. ഇയാൾ പറഞ്ഞെന്താ? എനിക്ക് സ്വർണം വേണ്ട, എനിക്ക് സ്വർഗം മദീന. അതിനെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലാഹു ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇതിലിപ്പോ നമുക്ക് ശരീരം കൊടുക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഒന്നില്ല. എന്നാലും ആരോഗ്യവും സമ്പത്തൊക്കെ ആവശ്യത്തിന് കൊടുക്കണം. എന്നാ നമുക്കും ആ സ്വർഗം വാങ്ങാൻ കഴിയും. ഇല്ലെങ്കിലോ ഈ കൂട്ടത്തിൽ പെടും. ഉലൈക അല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ. ഇസ്തറ അതുപോലെ മുസ്തരി, ബായ, ഇത് വളരെ നോട്ട് ചെയ്യേണ്ട 2 വാക്കായതുകൊണ്ടാണ് ഈ 2 ദിവസം ആ വിഷയം ഞാനൊന്ന് വിശദീകരിച്ചത്. ഈ ആയത്തിന്റെ മറ്റു ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه وبارك لنا يا الله في جميع أمورنا. اللهم بارك لنا في البر والبحر وسلمنا فيهما من جميع الآفات والمصيبات والبليات وفجأة الموت والرياح الشديدة والبرق والرعد يا رب العالمين. واغفر لنا ولوالدينا ولمن حضروا معنا ولمن ماتوا منا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.